ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ട പോലെ ഒരു വീഡിയോ സോങ്ങിൻ്റെ ലിറിക്സ് നമുക്ക് സ്പോട്ടിഫൈയുടെ രീതിയിൽ ആ വീഡിയോയിൽ കൊണ്ടുവരാൻ നോക്കാം. അതിനായി ഞാനിവിടെ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷനാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാം. ഞാനിവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു ന്യൂ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നേരെ മീഡിയയിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ട വീഡിയോ അതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കളർ ആൻഡ് ലൈറ്റ് എന്ന് കാണും. അത് ക്ലിക്ക് ചെയ്ത് നേരെ അടിയിൽ പോകുമ്പോൾ സോഫ്റ്റ് ഗ്ലോ എന്ന് പറഞ്ഞൊരു എഫക്റ്റാണ്. അത് ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് ഒരു 44-45 എന്ന റേഷ്യോയിൽ കൊടുക്കാം. എന്നിട്ട് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് കളർ ആൻഡ് ലൈറ്റിൽ നേരെ അടിയിൽ പോകുമ്പോൾ നമുക്ക് സാറ്റുറേഷൻ ആൻഡ് വൈബ്രൻസ് എന്ന് പറഞ്ഞ ഒരു എഫക്റ്റ് കാണാം. അത് നമുക്ക് ആഡ് ചെയ്തിട്ട് അതിൽ സാറ്റുറേഷൻ നമുക്കൊരു 45 ആക്കി കൊടുക്കാം. എന്നിട്ട് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് കളർ ആൻഡ് ലൈറ്റിൽ ഗ്രേഡിയൻ്റ് ആൻഡ് ഓവർലി എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്. അതൊന്നുകൂടെ ആഡാക്കി കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ആ റെഡ് കാണുന്നിടത്ത് നമുക്ക് ക്ലിക്ക് ചെയ്ത് ബ്ലാക്ക് ആക്കി കൊടുക്കാം. എന്നിട്ട് അടിയിൽ യെല്ലോ കാണുന്നിടത്ത് വൈറ്റ് ആക്കി കൊടുക്കാം. എന്നിട്ട് നേരെ മേലേക്ക് പോയിട്ട് അവിടെ നോർമൽ എന്നുള്ളിടത്ത് മൾട്ടിപ്ലൈ കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരെ അടിയിൽ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി കൊടുക്കാം. കളർ ബ്ലാക്ക് ആക്കിയിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു 30 ആക്കി കൊടുക്കാം. അപ്പോൾ ഇത്ര എഫക്റ്റ് ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ആ റെക്റ്റാങ്കിൾ ഫുള്ളാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാത്തിലും ഒരേ കളറ് സെറ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ സ്പോട്ടിഫൈയുടെ ആയൊരു ലിറിക്സ് ആഡ് ചെയ്യുന്നത്. അതിന് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലായിട്ടൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്, XML ഫയൽ. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് XML ഫയൽ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നേരെ XML ഫയൽ ഓപ്പൺ ആക്കി അത് നേരെ കോപ്പി ചെയ്ത് നമ്മുടെ വീഡിയോയിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിൽ ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് കാണാം. ഇതിൽ നമുക്ക് സ്പോട്ടിഫൈയുടെ ഇതൊന്നും XML ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടെ മീഡിയ ക്ലിക്ക് ചെയ്ത് സ്പോട്ടിഫൈയുടെ ഒരു PNG ഫയൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ സോങ്ങിൻ്റെ ഇതൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ അതുപോലെ തന്നെ മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേറെ സോങ്ങിൻ്റെ ഇമേജ് ആഡ് ചെയ്യാം. പിന്നെ ലിറിക്സും പിന്നെ സോങ്ങിൻ്റെ നെയിമൊക്കെ നമുക്ക് ഇവിടെ ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ലിറിക്സും കാര്യങ്ങളൊക്കെ ആയി തന്നെ നമുക്ക് ഇതുപോലെ തന്നെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ ഈസിയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലാണ്. ഓക്കെ, ബൈ.